If any of you imagine, anybody in the country imagines what happens when your bank account, your ATM card, your entire financial identity is erased, right? You can imagine if it is done to a family, the family will starve to death. If it is done to a business, the business will be crippled, right? This is what has been done to the Congress party 1 month back. All our bank accounts have been frozen. We can do no campaign work. We cannot support our workers. We cannot support our candidates. Our leaders cannot fly from one part of the country to the other. Forget fly, they can't take a railway train. And this has been done literally 2 months before the election campaign. Why has it been done? One notice comes from the 90s, another notice comes from 6-7 years ago. Quantum amount 14 lakh rupees, and punishment our entire financial identity, right? What's interesting to me is that there are institutions in this country that are supposed to protect the democratic framework. There are the courts in the country, there's the election commission in the country, right? And nothing is happening. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രചാരണത്തിന് പോലും പണമില്ലാതെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് നയാ പൈസ കയ്യിലില്ല. സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണ ചെലവ് നൽകാൻ ഒന്നുമില്ല, പരസ്യങ്ങൾ നൽകാനാവുന്നില്ല. കേന്ദ്ര സർക്കാർ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പ്രതിപക്ഷ ശബ്ദത്തെ നിശബ്ദമാക്കുന്നുവെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നു. 30 വർഷം മുൻപത്തെ നികുതി വരുമാനം പുനർനിർണയിക്കാനുള്ള നോട്ടീസും നേതാക്കൾ പുറത്തുവിട്ടു. വിമാന ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും നേതാക്കൾക്ക് പണം നൽകാൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ വിലപിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെ നേരിടും? പ്രൈം ഡിബേറ്റിൽ BJP വക്താവ് ശ്രീ ശങ്കുറ്റി ദാസ്, കോൺഗ്രസ് വക്താവ് ശ്രീ ഹെൻറി ഓസ്റ്റിൻ, പൊതുപ്രവർത്തകനായ ശ്രീ MK ഹരിദാസ് എന്നിവർ ചേരുകയാണ്. ശ്രീ MK ഹരിദാസ്, ശരിക്കും ഒരു വിലാപമാണ് ഇന്ന് മല്ലികാർജുൻ ഖർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അജയ് മാക്കനും KC വേണുഗോപാലും ഒക്കെ നടത്തിയ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു AICC ആസ്ഥാനത്ത്, ഇവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേട്ടത്. ഇത് ശരിക്കും രാഹുൽ ഗാന്ധി പറയുമ്പോൾ തന്നെ വ്യക്തമാണല്ലോ, ഈ വിമാന ടിക്കറ്റിന്റെ കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ട്രെയിൻ ടിക്കറ്റ് എടുക്കുവാൻ പോലും പണം നൽകുവാൻ കഴിയുന്നില്ല എന്ന്. എന്തൊരു ഗതികേടിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വന്ന് എത്തിയിരിക്കുന്നത്. ഇത് കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണെന്നല്ല, അവർ പറയുന്നത് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, ഒരു 3 മാസം മുമ്പ് ഈ BJPയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ മോദി പറഞ്ഞിട്ടുള്ളൊരു വാചകം എടുത്തു പറഞ്ഞിട്ട് വേണം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഇന്ത്യയിലെ ദുർബലമായ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി കണ്ടിട്ട് അങ്ങേയറ്റം ദയനീയത തോന്നുന്നു. നല്ലൊരു പ്രതിപക്ഷമില്ലെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റില്ലെന്ന നെഹ്റുവിൻ്റെ വാചകം ഞാനിവിടെ ആവർത്തിക്കുന്നു. അപ്പോൾ നല്ലൊരു പ്രതിപക്ഷത്തിന് ആ പ്രതിപക്ഷത്തിൻ്റെതായ രീതിയിൽ പ്രവർത്തന സജ്ജമായി പ്രവർത്തിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഇത്രയൊക്കെ ക്രൂരത കാണിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതിനു മുമ്പ് ഇതിൽ തമാശയായിട്ടുള്ള കുറച്ച് സംഗതികൾ, ഈ മഞ്ജുഷ, ഈ രാഹുലിൻ്റെ വിലാപം പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാൻ എന്നെപ്പോലുള്ളൊരു സാമൂഹ്യ നിരീക്ഷകന് സാധിക്കില്ല കേട്ടോ. കാരണം ഈ EDO അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ ഇപ്പോൾ CC ചെയ്തിട്ടുള്ള തുക മാത്രമേ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളൂ എന്നുള്ളൊരു വാദമുഖത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊടകര വഴി കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തിയിട്ടുള്ള 3 കോടി ഈ BJP എന്ന് പറയുന്ന പാർട്ടി കണക്കിൽ കാണിച്ച പണമാണോ? അല്ല. അപ്പോൾ അത് BJP കാണിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസിൻ്റെ കയ്യിലും അവർ ഈ കാണിക്കുന്ന പണത്തിനപ്പുറമുള്ളൊരു പണത്തിൻ്റെ സ്രോതസ് ഉണ്ടാവാതിരിക്കില്ല. കാരണം ഒരു 50 വർഷത്തോളം ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മുഴുവൻ പൈസയും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ടാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റും. 285 കോടിയുടെ കണക്കാണ്. 285 കോടിയുടെ കണക്ക്, അതായത് 11 അക്കൗണ്ടുകളിലായിട്ട് 4 ബാങ്കുകളിലുള്ളത്. ഇതിൽ ഒരു പൈസ പോലും എടുക്കുവാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ തന്നെ ഒരു 115 കോടി രൂപ ഇൻകം ടാക്സ്
പിഴ എന്ന രീതിയിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ബാങ്കുകളിൽ നേരിട്ട് ചെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരെ കണ്ട് അങ്ങനെ ആ 115 കോടി രൂപ വിഡ്രോ ചെയ്തു. അത് ഇൻകം ടാക്സ് അക്കൗണ്ടിലേക്ക് ചേർക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ലീൻ മാർക്ക് ചെയ്ത അക്കൗണ്ടുകളുമുണ്ട്. 210 കോടിയുടെ അക്കൗണ്ട് ലീൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. തൊടാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ പിഴ എന്ന രീതിയിൽ 106% പിഴ പോലും കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ മേൽ ചുമത്തിയിട്ടുണ്ട്. ഒരു പരമാവധി മാത്രം പിഴ ഒരു 10,000 രൂപ നൽകേണ്ട സ്ഥലത്താണ് ഇങ്ങനെ 115 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തത്. അതെല്ലാം ഈ പിഴയായിട്ടാണല്ലോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. താങ്കൾ പറയുന്നത് മുഴുവൻ വിശ്വാസത്തിൽ എടുക്കേണ്ട എന്ന് അല്ലേ? നയാ പൈസ ഇല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് അല്ലേ? അതൊന്നും വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. ഞാൻ അതിനൊരു ചെറിയ ഒരു 15 സെക്കൻഡിൽ ഞാനൊരു സംഭവം പറയാം. നരസിംഹറാവു ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ 1000-ന്റെ നോട്ട് നിരോധിക്കാൻ ഒരു തീരുമാനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിച്ചു അത്രേ. അപ്പോൾ കേരളത്തിലെ സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് അദ്ദേഹം ഇതുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷന് വേണ്ടി നിയോഗിച്ചത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ സമുന്നതനായ നേതാവ് ഉപദേശിച്ചു അത്ര അദ്ദേഹത്തെ. ഇത് അന്ന് തമാശയായിട്ടും പാതി കാര്യമായിട്ടും ആ കാലത്ത് പ്രചരിച്ചിരുന്നൊരു സംഗതിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ഇതാണത്രേ: അങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഗതി അങ്ങേയറ്റം പരിതാപകരമായിരിക്കും, നമ്മുടെ പാർട്ടിയും അങ്ങേയറ്റം പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോയിരിക്കും. കാരണം ഇന്ത്യയിൽ അന്ന് നിലവിലുള്ള 1000-ന്റെ നോട്ടിൽ പകുതിയിലേറെ നമ്മുടെയൊക്കെ കയ്യിലും നമ്മുടെ പാർട്ടിയുടെ കയ്യിലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കതിനൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട. കാരണം ആ കാലത്ത് നടത്തിയിട്ടുള്ള ഒരു തമാശ പ്രയോഗമായിട്ടോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ആണെന്ന് തന്നെ കരുതിയാൽ തന്നെ അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു കണക്ക് ബോധിപ്പിക്കേണ്ട പണം മാത്രമേ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളൂ എന്നുള്ള കാര്യത്തിലൊന്നും നമ്മളെ പോലുള്ളവർക്കൊന്നും വിശ്വാസമില്ല മഞ്ജുഷ. അതിപ്പോൾ ഈ സന്ദർഭത്തിനനുസരിച്ചിട്ട് കൃത്യമായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ കോൺഗ്രസ് വിലപിക്കാൻ വേണ്ടിയിട്ടൊരു വിലപിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് BJP. ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം. ആ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെയാണ് ഇത്തരത്തിൽ BJP ഈ കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. 370 സീറ്റുകൾ നേടുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഒരു പടപ്പുറപ്പാടും നടത്തിയവരെ ഈ 2 സംസ്ഥാനത്ത് മാത്രം ഭരണമുള്ള ഒരു കോൺഗ്രസിനെ എന്തിനെയാണ് ഇങ്ങനെ പേടിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ് പറയുന്നതിലും രാഹുൽ ഗാന്ധി പറയുന്നതിലും കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കൾ പറയുന്നതിലും സത്യമുണ്ട്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും BJPക്ക് പേടിയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവരെ സാമ്പത്തികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പൂട്ട് സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന ശൈലിയെ മന്ദീഭവിപ്പിച്ചുകൊണ്ട് വോട്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് പോയതിനു ശേഷം താങ്കളിലേക്ക് വരാം. ശ്രീ ശങ്കുറ്റി ദാസ്, MK ഹരിദാസ് പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ രാഹുൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് രാഹുലും ഖർഗെയും സോണിയയും അജയ് മാക്കനും ഒക്കെ, അജയ് മാക്കനാണ് ഇക്കാര്യം കൂടുതൽ വിശദീകരിച്ചത്. 30 വർഷം മുമ്പത്തെ ഈ നികുതി പുനർനിർണ്ണയിക്കുവാൻ അന്ന് കൊടുത്ത ഡിക്ലറേഷനിൽ ചില പാകപ്പിഴയുണ്ട് എന്ന് പറഞ്ഞാണല്ലോ ഈ പുനർനിർണ്ണയം വരുന്നത്. അതായത് സീതാറാം കേസരി AICC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ സമയത്തെ പോലും പുനർനിർണ്ണയിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ ശരിയായി വരുമ്പോൾ അതിൻ്റെ പേരിൽ അക്കൗണ്ട് ഫ്രീസിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിയായി വരുമ്പോഴേക്കും ഇലക്ഷൻ കഴിഞ്ഞു പോകും. അപ്പോൾ ഈ പണം എടുക്കാൻ കഴിയുന്നില്ല. ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം എന്താണ് ഉള്ളത്? അപ്പോഴാണ് സംശയം വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്രയും നാളില്ലായിരുന്നുവല്ലോ ഇതെല്ലാം, ഈ തെരഞ്ഞെടുപ്പ് സമയമായപ്പോഴേക്കും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന്. നോക്കൂ മഞ്ജുഷ്, ഇത് BJP കോൺഗ്രസ് പാർട്ടിയെ രാഷ്ട്രീയമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒരു നരേറ്റീവാണ്, ആരോപണമാണ്. വസ്തുത അതല്ല. അവരുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ 3 വിശേഷണങ്ങൾ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 അസത്യം, 2 അർദ്ധസത്യം, 3 അസംബന്ധം. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പത്രസമ്മേളനം. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള അതാണ്. നോക്കൂ, 1223 കോടി രൂപ 2019 ശേഷം ബോണ്ടായിട്ട്, ഇലക്ട്രൽ ബോണ്ടായിട്ട് മാത്രം കിട്ടിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടി പറയാണ് 4 ബാങ്കുകളിലായിട്ട് 11 അക്കൗണ്ടുകളിലായി കിടക്കുന്ന 235 കോടി രൂപ ഞങ്ങളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള കാശില്ല, ഞങ്ങൾക്ക് 2 രൂപയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നു. ഇതാണോ കോൺഗ്രസിന്റെ ആകെ ആസ്തി? 2019 മുതൽ കിട്ടിയതിൽ ചെലവായി പോയവയും ഉണ്ടല്ലോ. അതിനുശേഷം പല ഇലക്ഷനുകൾ വന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായിട്ട് പോലും ചെലവായിട്ടുണ്ടാകും കുറേയേറെ തുക. ഇപ്പോൾ ഈ 285 കോടിയുടെ കണക്കാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അടിയന്തരമായിട്ട് അത് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ലെവൽ പ്ലേയിങ് സിറ്റുവേഷൻ ഉണ്ടാവുകയില്ല ഈ തെരഞ്ഞെടുപ്പിൽ.
ഹ്യൂജ് എമൗണ്ട് ആണല്ലോ, വലിയ തുകയാണല്ലോ ഞാൻ ബി ജെ പി പറയട്ടെ. ചെലവാക്കാൻ പോകുന്നത്. അതിന്റെ ഞാൻ പറയട്ടെ 7 അയലത്ത് പോലും എത്തുവാൻ കോൺഗ്രസിന് കഴിയില്ല. ഒന്നും കയ്യിലില്ല എന്നാണ്. ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. 2 രൂപ പോലും പ്രവർത്തകർക്ക് കൊടുക്കുവാൻ കയ്യിലില്ല എന്ന് രാഹുൽ പറഞ്ഞു ഈ വാർത്താ സമ്മേളനത്തിൽ. അതിശയോക്തിയാണെങ്കിൽ പോലും. നോക്കൂ, ഞാനൊന്ന് മുഴുവനായി പറഞ്ഞോട്ടെ, അങ്ങ് ഇടപെടാതിരിക്കും. ഞാൻ പറയുന്നത് 235 കോടി എന്നുള്ള കണക്ക് പോലും തെറ്റാണെന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഒരുക്കണം. ശ്രീ ഹരിദാസ് മുന്നേ പറഞ്ഞത് BJP എന്തിനാണ് ഭയക്കുന്നത്, പ്രതിപക്ഷ ബഹുമാനം കാണിക്കണമെന്നാണ്. ഈ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുള്ള നികുതി വെട്ടിപ്പ് മുഴുവൻ കണ്ടില്ലെന്നടച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ അവരെ അനുവദിക്കുക എന്നാണ് അർത്ഥം. അതാണോ പ്രതിപക്ഷ ബഹുമാനം? ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നടത്തുന്ന പോലെ കുറെ നികുതി വെട്ടിപ്പ് ഞങ്ങൾ നടത്തിയിട്ട് രണ്ടാൾക്കും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയലാണോ? ഇവിടെ എന്താണ് ബേസിക് ഇഷ്യൂ? ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ഈ രാജ്യത്ത്. ആ നിയമത്തിന്റെ സെക്ഷൻ 13A പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവനകൾ, അവരുടെ അസറ്റ്സിൽ നിന്നുള്ള റെന്റ്, മറ്റു തരത്തിലുള്ള എന്താ പറയാ ലീസുകൾ, ഇതെല്ലാം ടാക്സേഷന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ ടാക്സേഷന്റെ പരിധിയിൽ നിന്ന് 13A എക്സെപ്ഷൻ കിട്ടണമെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിലെ തന്നെ 239(4)B പ്രകാരമുള്ള ഇൻകം ടാക്സ് ഫയലിംഗ് ഇവർ നടത്തണം. അതുമായി ബന്ധപ്പെട്ട റിട്ടേൺസ് ഇവർ കൃത്യമായിട്ട് ഫയൽ ചെയ്യണം. കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തിട്ടില്ല? 2018-2019 കാലഘട്ടത്തിലെ ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ ഫയലിംഗ് തന്നെ നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ഇൻകം ടാക്സ് കമ്മീഷണർക്ക് മുൻപാകെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരു വ്യവഹാരം ഉണ്ടായിരുന്നു. 105 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട ആദ്യം 103 കോടി രൂപയ്ക്കാണ് കേസെടുത്തത്. പിന്നീട് റീഅസസ്മെന്റ് നടത്തിയതിനു ശേഷം 105 കോടിയുടെ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട് എന്ന് കണ്ടെത്തി. കോൺഗ്രസ് പാർട്ടി ഈ ഇൻകം ടാക്സ് കമ്മീഷണർക്ക് മുൻപിൽ ഈ കേസ് ഫൈറ്റ് ചെയ്തു. അവസാനം ഡാമേജസ് അടക്കം, നഷ്ടപരിഹാരം അടക്കം 135 കോടി രൂപ കോൺഗ്രസ് പാർട്ടി അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് കമ്മീഷണർ ആ കേസ് ഡിസ്പോസ് ചെയ്തു. അതിന് മുകളിൽ ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രൈബ്യൂണൽ ITATയിൽ കോൺഗ്രസ് പാർട്ടി അപ്പീൽ പോയി. ITAT ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഇളവും കൊടുത്തില്ലെന്ന് മാത്രമല്ല, അതിന്റെ 10% അടിയന്തരമായിട്ട് കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2021 കോൺഗ്രസ് പാർട്ടി ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രൈബ്യൂണലിൽ 1.72 crore കെട്ടിവെച്ചു. ഈ പണം കൊടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എത്ര കോടി രൂപ കോൺഗ്രസ് പാർട്ടി ഇപ്പൊ കൊടുക്കാണ്ട്? 134 കോടി രൂപ ഇൻകം ടാക്സ് ഫയലിംഗിൽ വരുത്തിയിട്ടുള്ള പിഴവുകൾ കാരണം അന്യായമായിട്ട് അവർ കൈവശം വെച്ചിട്ടുള്ള പണം അവിടെ കൊടുക്കാണ്ട്. ആ പണത്തിന്റെ മുകളിൽ ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രൈബ്യൂണലിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ലൈനപ്പ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവരുടെ പണം പിടിച്ചെടുത്തിട്ടില്ല, അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടില്ല. അതിലുള്ള 135 crore ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അർഹതപ്പെട്ടതും 2019 മുതൽ കഴിഞ്ഞ 5 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള പണം, ആ പണം എന്ത് ചെയ്തു? കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് നേതാക്കൾ പറഞ്ഞു, താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, താങ്കൾ പറഞ്ഞു അത് അർത്ഥസത്യമാണെന്ന്. അതിൽ അജയ് മാക്കൻ വിശദീകരിച്ചു വന്നപ്പോൾ 30 ദിവസം ഈ ഡിക്ലറേഷൻ കൊടുക്കാൻ വൈകിയതിന് പരമാവധി പിഴ നൽകുന്നതിന് പകരം 210 കോടി രൂപ ലീൻ മാർക്ക് ചെയ്യുകയും ഉണ്ടായി. അതുകൂടാതെ 106% പിഴ. അതിലെന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ നേതാക്കൾ പറഞ്ഞതിൽ? ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു നേതാക്കൾ. നോക്കൂ, 100% അസത്യമാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 105 കോടി രൂപയുടെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് കമ്മീഷണർ മുന്നിൽ ഉണ്ടായിട്ടുള്ള കേസിൽ 135 കോടി ഇവര് ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് ചെയ്തത്. അതിന്റെ മുകളിൽ ITATയിലുമാണ് ഇവർ പോയിട്ടുള്ളത്. ITATയിൽ ഇനി ഹിയറിംഗ് ഫെബ്രുവരി 21 ഫെബ്രുവരി 21 ഹിയറിംഗിന് ഇരിക്കുന്ന അവസ്ഥയിൽ ITAT പറഞ്ഞതാണ്, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ, ഏത് കോടതിയിൽ നിങ്ങൾ പോയിട്ട് ഒരു വസ്തുവിന്റെ മുകളിൽ ഒരു കേസ് കൊടുത്താലും കോടതി വ്യവഹാരം നടക്കുന്ന സമയത്ത് നിങ്ങൾ ആ വസ്തു ട്രാൻസ്ഫർ ചെയ്യാണ്ടിരിക്കാൻ കോടതി അതിന്റെ മുകളിൽ അറ്റാച്ച്മെന്റ് കൊണ്ടുവരും, അത് കോടതിയുടെ കസ്റ്റഡിയിൽ കൊണ്ടുവരും. അങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നാളെ കോൺഗ്രസ് പാർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അപരിഹാര്യമായിട്ടുള്ള നഷ്ടം, ഇറിക്കവറബിൾ ഇഞ്ചുറി, ഇറിവോക്കബിൾ ഡാമേജ് എന്ന് പറയും, അവർക്ക് നികത്താനാവാത്ത നഷ്ടം വരും എന്നൊരു സാധ്യതയിൽ ആ പണം ട്രാൻസാക്ട് ചെയ്യാണ്ട് അത് അക്കൗണ്ടിൽ തന്നെ നിലനിർത്തണം എന്ന് ITAT പറഞ്ഞു. അങ്ങനെയുള്ള ലീൻ മാർക്കിംഗ് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. ഇവരുടെ അക്കൗണ്ട്സ് ഫ്രീസ്ഡ് അല്ല, ഈ അക്കൗണ്ട്സിലെ ട്രാൻസാക്ഷൻസ് മരവിപ്പിച്ചിട്ടില്ല. ഇവർക്ക് ഈ അക്കൗണ്ട് വഴി മറ്റു ട്രാൻസാക്ഷൻസ് നടത്താം. നടത്താൻ പറ്റില്ലെന്നാണ്, ഒരു പൈസ പോലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുകയാണ്. 210.25 കോടി രൂപ ലീൻ മാർക്ക് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ഒരു 115 കോടി രൂപ ഇൻകം ടാക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. 135 കോടി ഇൻകം ടാക്സിന് അർഹതപ്പെട്ട പണത്തിന്റെ മുകളിൽ ഇൻകം ടാക്സിന്റെ അറ്റാച്ച്മെന്റ് വന്നു. ആ പണം ഇൻകം ടാക്സിന്റെ അല്ലാതെ മറ്റാർക്കും അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല.
ബാക്കിയുള്ള റെഗുലർ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം നടത്താൻ സാധിക്കും. ഇത് ഒരു സുപ്രഭാതത്തിൽ ബാങ്ക് ചെയ്യുന്ന ഒരു നടപടിയല്ലല്ലോ. ഇത് ഓൺ ദ ബേസിസ് ഓഫ് എ കോർട്ട് ഓർഡർ, കോടതിയുടെ രേഖാമൂലമുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു ബാങ്ക് അവരുടെ കസ്റ്റമറുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ആ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് റെസ്ട്രിക്ട് ചെയ്യുക. അതല്ലാണ്ട് BJPക്ക് ഒരു നിർദ്ദേശം കൊടുത്ത് ചെയ്യിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത്. അതൊക്കെ നിയമത്തിന്റെ മാർഗത്തിലൂടെ നടന്നിട്ടുള്ളതാണ്. ഈ കാര്യത്തിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്യേണ്ടത്? ഒരു ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഈ ITATയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ കൊടുക്കുകയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് എല്ലാ തരത്തിലുള്ള നിയമ വഴികളും നോക്കുമെന്നും നേതാക്കൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണല്ലോ ITATയെ സമീപിക്കാനായിട്ട് പറഞ്ഞത്, ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണലിനെയും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ അവാസ്തവമാണെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്? കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന പോലെയാണ്, ഈ രാജ്യത്തിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന പോലെയാണ്. കോൺഗ്രസിനെതിരെയുള്ള ഈ യുദ്ധം എന്ന് പറയുന്നത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധമാണ്. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒരു നുണയാണ്. ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്നൊക്കെയാണ്. അതായത് അടിയന്തരാവസ്ഥക്കാലത്ത് പറഞ്ഞ പോലെ ഇന്ത്യ ഈസ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് ഈസ് ഇന്ത്യ എന്ന് പറയുന്ന എന്താണ് ഇവരുടെ നിയമവിരുദ്ധതയ്ക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കേണ്ടത്. ശരി, അത് രാഷ്ട്രീയമായിട്ട് അവർ നേരിടുന്നതാണല്ലോ ആ വാചകങ്ങളിൽ കണ്ടത്. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, കോൺഗ്രസ് നേതാക്കൾ അസത്യ പ്രചാരണം നടത്തുന്നതാണോ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമപരമായ നടപടിക്രമങ്ങളെയാണോ ഇങ്ങനെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത്? അതും സമുന്നത നേതാക്കളാണ് ഇക്കാര്യം പറയുന്നത്. എന്തായാലും നേതാക്കളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് കയ്യിൽ പണമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. മഞ്ജുഷ്, ഇതിൽ ഇപ്പോൾ BJPയുടെ വക്താവ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇവരുടെ ആ ഒരു മോട്ടിവേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടി. ഒരു ജനാധിപത്യം കേവലം ഇലക്ഷൻ, നമ്മൾ ആളുകളെ തിരഞ്ഞെടുത്ത നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് നമ്മൾ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് മാത്രമല്ലല്ലോ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂഷനാണ്. ഡെമോക്രസിയിൽ എതിർ ശബ്ദങ്ങളുണ്ടാവും, പ്രതിപക്ഷം ഉണ്ടാവും. ഇവിടെ ഇവർക്ക് പ്രതിപക്ഷം വേണ്ട. പ്രതിപക്ഷം ഇല്ലാത്ത ഒരു ഭരണമാണ് BJP സ്വപ്നം കാണുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ട് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയ, നീതിപൂർവ്വം ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷനെ, നീതിപൂർവമായിട്ടുള്ള സ്വതന്ത്രമായ ഇലക്ഷനെ അട്ടിമറിക്കുന്ന നടപടികളാണ് നടന്നത്. ഒരു ഇലക്ഷൻ ഫൈറ്റിന് തൊട്ട് മുമ്പ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന ഒരു നടപടിയായിട്ട് പോയി കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പ്രക്രിയ ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് ആ പാർട്ടിക്ക് പറ്റാത്തൊരു സാധ്യത വരികയാണ്. അത്തരം ഒരു സാധ്യത ഒരുക്കി തീർക്കാനായിട്ട് ടൈമിംഗ് ആണ് ഇതിൽ എസൻസ്. ഇലക്ഷന് തൊട്ട് മുമ്പ് മാർച്ചിലാണ് ഈ നോട്ടീസ് കൊടുക്കുന്നത്. 14/3 മാർച്ച് 14-ാം തീയതിയാണ് 1994-95 കാലയളവിലുള്ള സീതാറാം കേസരി പാർട്ടി ട്രഷറിന്റെ കാലഘട്ടത്തിലുള്ള FI റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 30 വർഷം മുമ്പ്. സാധാരണഗതിയിൽ ഒരു കോടതിയിൽ നോർമൽ സിവിൽ പ്രൊസീജിയേഴ്സിൽ 12 വർഷം അല്ലെങ്കിൽ 15 വർഷം ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. ഇത് ലിമിറ്റേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞ് 30 വർഷം മുമ്പത്തെ ഒരു ഇതുപോലും ഇപ്പോൾ റീഓപ്പൺ ചെയ്യണമെന്നാണ് ഈ നോട്ടീസ് വന്നിരിക്കുന്നത്, 30 years ബാക്ക്. പിന്നെ ഉള്ളത് 17-18 കാലയളവിൽ മോത്തിലാൽ വോറ ട്രഷറർ ആയിരുന്ന കാലഘട്ടത്തിലാണ്. അന്നത്തെ എന്താ ഇതിന്റെ ഇഷ്യൂ? എന്താ? ഇവർ റിട്ടേൺസ് പോയി, അത് ഇലക്ഷൻ ഇയർ ആണ്. ആ വർഷം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഇയർ ആണ്. ഇലക്ഷൻ ഇയറിൽ നടന്നിട്ടുള്ള കണക്കുകൾ കൊടുക്കാനായിട്ട്, റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് ഡിലേ വന്നു എന്നുള്ള 45 ദിവസം ഡിലേ വന്നു. സെക്ഷൻ 234F ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 234F പ്രകാരം ഡിലേ വന്നു കഴിഞ്ഞാൽ പരമാവധി ചാർജ് ആവുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. ആ 10,000 രൂപ മാത്രമല്ല ഇവിടെ ചോദിച്ചിരിക്കും. ഇവിടെ ഇപ്പോൾ 210 കോടിയുടെ ലൈനാണ് ഇവിടെ കൊണ്ടുവന്നത്. 235 കോടിയുടെ ഡിമാൻഡ് വന്നിരിക്കുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് 135 കോടിയുടെ അടക്കണമെന്ന് പറയുന്നു. ഇപ്പൊ നേരത്തെ ശംഖു ടി ദാസ് തന്നെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികൾ ഏത് പാർട്ടിയാണ് ഇൻകം ടാക്സ് അടക്കുന്നത്? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി BJP അടക്കുന്നുണ്ടോ ഇൻകം ടാക്സ്? ആരും ഇൻകം ടാക്സ് അടക്കുന്നില്ലല്ലോ. അപ്പോൾ പൊതുജനത്തിൽ നിന്ന് ലഭിക്കുന്ന പണം, കോൺട്രിബ്യൂഷൻസ് ആയാലും റെന്റൽ ഇതായാലും ഫീസുകളായിട്ട് അവർക്ക് ലഭിക്കുന്ന പണം, അതിന് ഇൻകം ടാക്സ് ലയബിലിറ്റി ഇല്ലല്ലോ. ലയബിലിറ്റി ഇല്ലാത്ത ഇതൊരു സാങ്കേതികത്വമാണ്. ഇവര് ഈ പറഞ്ഞ പീരീഡിൽ 2017-18 കാലയളവിൽ റിട്ടേൺസ് അടച്ചില്ല എന്ന്, അതിന്റെ റിട്ടേൺസ് ഡിലേ ആയി എന്നുള്ള ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് ഈ ആക്ഷൻ വന്നിരിക്കുന്നത്. 14 ലക്ഷം രൂപ ക്യാഷ് കോൺട്രിബ്യൂഷൻ ആ റിട്ടേൺസിൽ ഉണ്ട് എന്നുള്ള കാണിച്ചുകൊണ്ടാണ് ഇതിനൊരു വലിയ വിഷയം വന്നിരിക്കുന്നത്. അതാണ് അജയ് മാക്കൻ അത് വ്യക്തമായി പറഞ്ഞത്. ഞങ്ങളുടെ ടോട്ടൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ 0.06% മാത്രം വരുന്ന ക്യാഷ് കോൺട്രിബ്യൂഷൻ, അത് MP-മാരും MLA-മാരും പാർട്ടിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അത് മൻമോഹൻ സിംഗ് കമ്മിറ്റി വെച്ച് അന്വേഷിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഫൈൽ ചെയ്തിട്ടുണ്ട്. അതായത് 199 മാത്രമുള്ള ആ ഫിഗറിന്റെ 199 കോടിയുടെ 0.07%. അതിന് 1% പോലും ഇല്ല. 1% താഴെയുള്ള ക്യാഷ് കോൺട്രിബ്യൂഷൻ ആണ് ഈ 115 രൂപ ഫൈനായിട്ട് അടപ്പിക്കുന്നത്.
അത് തന്നെ illogical ആണ്. അതുകൊണ്ടാണ് ഇവർ ഭരിക്കുന്ന ഒരു സംവിധാനം, ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് അതെ 106% പിഴ വരുന്നത്. അതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തത്. അത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരത്തിൽ യാതൊരു നടപടിയും മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെ ഇല്ലല്ലോ. ഞങ്ങളെക്കാൾ ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് വഴി 6000 ഇപ്പൊ ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു, ഇലക്ട്രൽ ബോണ്ട് ഇപ്പൊ 236 കോടി അല്ല എന്ന് പറയുന്നത് 1026 കോടി കിട്ടി. ശരിയാണ്, 1026 കോടിക്ക് ചെലവില്ലേ? 2019 കണക്കല്ലേ പറയുന്നത്. അപ്പൊ BJPക്ക് കിട്ടിയ 6000 കോടി അതേപോലെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടോ? ഇലക്ട്രൽ ബോണ്ടുകൾ വഴി 6000 കോടി BJPക്ക് കിട്ടിയല്ലോ. അത് 6000 കോടിയും ഇപ്പോഴും ആ അക്കൗണ്ടുകളിലെല്ലാം ഉണ്ടോ? ഈ ശരിക്കും നിങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയാണോ? കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനം വഴിയായിട്ട് ഈ ഗവൺമെന്റ് കൊടുത്ത ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച പണം പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. ഹെൻറി ഓസ്റ്റിൻ, ശരിക്കും പറഞ്ഞാൽ പ്രചാരണത്തിന് പണമില്ലാതെ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിലാണോ കോൺഗ്രസ്? ഇപ്പോൾ താങ്കൾ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ എറണാകുളത്ത്. നട്ടം തിരിയുന്ന ഒരു അവസ്ഥയുണ്ടോ കോൺഗ്രസ്? ഇത് കോമൺ സെൻസ്, നമ്മൾ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ ആ പാർട്ടികൾക്ക് പരസ്യത്തിന് ബുക്ക് ചെയ്യണം. അത് മീഡിയകളിൽ എല്ലാ മീഡിയകളിലും ബുക്കിംഗ് സ്ലോട്ട്സ് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വിഷ്വൽ മീഡിയയിലുണ്ടാകാം, ചാനൽസിലുണ്ടാകാം, പത്രങ്ങളിലുണ്ടാകും, ബിൽ ബോർഡുകളുണ്ടാകും, സോഷ്യൽ മീഡിയ ഉണ്ടാവും, പ്രിന്റിംഗ് ഉണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പണം കൊടുക്കേണ്ട സമയമാണിത്. ആ പണം കൊടുക്കാനായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലൈൻ പറയുമ്പോൾ കൊടുക്കുന്ന ചെക്കുകൾ എടുക്കാൻ പാടില്ല എന്നാണ് ബാങ്കുകൾക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 110 കോടി രൂപ ബാങ്കിൽ നിന്ന് നിർബന്ധമായി ഇൻകം ടാക്സ് നിർബന്ധമായി ബാങ്ക് മാനേജർമാരെ ഭീഷണിപ്പെടുത്തി അത് ഗവൺമെന്റിലേക്ക് അടപ്പിക്കുകയും ചെയ്തു. അതെ, ഈ ഒരു കേസിന്റെ പ്രോസസ് ഇപ്പൊ ഹൈക്കോടതി പോയപ്പോഴാണ് ITITയുടെ ഇത് അപ്ഹെൽഡ് ചെയ്തു. ഇനി രണ്ടാമത് സുപ്രീം കോടതി പോകണം. കോടതികൾ ഇത് ന്യായപരമായിട്ട് ഇത് കൈകാര്യം ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തത്. കാരണം ഈ ഒരു വിഷയം ഇത് ഡെമോക്രസിയുടെ പുറത്തുള്ള ഒരു അസോൾട്ടാണ്, ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസി. ഈ രാജ്യത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ആ രാഷ്ട്രീയ കക്ഷികൾക്ക് സ്വതന്ത്രവും നീതിപൂർവമായിട്ട് ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. എല്ലാവർക്കും ഒരു ലെവൽ ബേസിസിലാണ്. ഇത് അധികാരത്തിന്റെ എല്ലാ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രധാന കക്ഷികളെ എല്ലാം ഒന്നില്ലെങ്കിൽ ഇന്റിമിഡേറ്റ് ചെയ്യുക. അത് വ്യക്തികളെ ആണെങ്കിൽ EDയും CBIയും ITയും വെച്ച് ഉപയോഗിച്ച് ഇന്റിമിഡേറ്റ് ചെയ്യുക. അവരെ പലരെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാനായിട്ട് അതെല്ലാം ഉപയോഗിക്കുന്നു സമർത്ഥമായി. ഇന്ത്യയിലെ എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ പൊതുപ്രവർത്തകരെ ഇന്ന് ഈ ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് BJP തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ പാർട്ടികളെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള ഈ നടപടിക്രമമായിട്ട് മുന്നോട്ട് കോൺഗ്രസിന്റെ ഹെൻറി ഓസ്റ്റിനും അവരവരുടെ വാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമുക്ക് ഒരു കാര്യം വ്യക്തമാണല്ലോ, കേരളത്തിൽ മാത്രം നോക്കിയാൽ പോലും ഈ പ്രചാരണ രംഗത്ത് കോൺഗ്രസിന് BJPയുടെ പ്രവർത്തനത്തിനൊപ്പം ഓടിയെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ശക്തി BJPയേക്കാൾ വളരെ കൂടുതലാണ് കേരളത്തിൽ കോൺഗ്രസിനെങ്കിലും. പോസ്റ്ററുകൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. രാഹുൽ എന്ന് പറയുന്നു പോസ്റ്റർ അടിക്കുമ്പോൾ കൊടുക്കാൻ പോലും പൈസയില്ല, ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ നേരെ കൈനീട്ടുമ്പോൾ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്ന്. അപ്പോൾ ഇവർ പറയുന്നതാണോ ശരി? കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണോ ശരി? അതോ ഈ ലയബിലിറ്റി ഉണ്ടായിരുന്നു, അത് അടച്ചു തീർത്താലേ IT ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ? അതല്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന്, ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടുമായിരുന്നുവല്ലോ, അതൊട്ട് കിട്ടിയിട്ടുമില്ല. ഡൽഹി ഹൈക്കോടതിക്ക് മുകളിൽ സുപ്രീം കോടതി ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ശ്രീ ശങ്കൂട്ടി ദാസ്, ഈ ഫെബ്രുവരി മുതൽക്കാണോ ഈ കോൺഗ്രസ് ഇവിടെ കൃത്യമായിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വന്നത്? ഈ ഫെബ്രുവരിക്ക് മുമ്പും സമയങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുമ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ഒരു പാർട്ടിയോട് ഇത്തരത്തിൽ പെരുമാറുന്നതിൽ എന്ത് ധാർമ്മികതയാണ്, എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ഉള്ളത് എന്ന് ഞങ്ങളെപ്പോലുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി തരണ്ടേ? ഫെബ്രുവരിക്ക് മുമ്പും ചെയ്തിരുന്നു. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. BBC എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ ചാനല് ഇവിടെ ഇന്ത്യയിൽ 49 കോടി രൂപയുടെ മറ്റേ ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? അവർ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ഇറക്കിയപ്പോഴാണ് നിങ്ങൾ അവിടെ റെയ്ഡ് ചെയ്തതും അവർ 49 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളത് കണ്ടെത്തിയതും അവരെ കൊണ്ട് ആ 49 കോടി അടപ്പിച്ചതും. അപ്പം നിങ്ങൾക്കെതിരായി വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആ സമയത്ത് നടത്തുന്ന നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ നമ്മളൊരു അറ്റാക്ക് അതൊരു ശരിയായ നടപടിയാണോ? ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നേരിട്ട് ചോദിച്ചത് ഒരു ഇന്ന വ്യക്തിയെ മന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവർണർ നടത്തുന്നത് ശരിയായ ജനാധിപത്യ പ്രക്രിയയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടിയാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങളിവിടെ ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്നത്?
പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഒന്നും തന്നെ പ്രവർത്തിക്കരുത് എന്നുള്ളൊരു ചിന്താഗതിയോടുകൂട്ടല്ലേ നിങ്ങൾ മുൻപോട്ട് പോകുന്നത്? ഇവിടെ രണ്ടുപേരും പറഞ്ഞതിൽ ഈ ശ്രീ ഹെൻറി, എൻ്റെ സുഹൃത്ത് ഹെൻറി ഒരു കാര്യം പറയണം. എന്തിനാണ് കോൺഗ്രസിന് ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്തത് എന്നൊരു കാര്യം അദ്ദേഹത്തെ കൊണ്ട് മഞ്ജുഷ പറയിപ്പിക്കണം. അത് ഞാൻ പറയുന്നതിനേക്കാൾ ഈ പ്രേക്ഷകരെ, ന്യൂസ് 18 പ്രേക്ഷകർക്ക് ഇഷ്ടാവുക അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹത്തെ ഈ കോൺഗ്രസിനെ ഈ BJP ഭയപ്പെടുന്നുണ്ടോ? അതായത് നല്ല പ്രതിപക്ഷം വേണം, നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റൂ എന്ന് പറയുന്ന മോദി തന്നെ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളെ പൂട്ടാനിറങ്ങിയിരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്നുള്ളത് ശ്രീ ഹെൻറി ഓസ്റ്റിനെ കൊണ്ട് മഞ്ജുഷ പറയിപ്പിക്കണം. മറ്റൊരു കാര്യം എനിക്ക് ശ്രീ ശങ്കുട്ടിദാസിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ NDAയിലെ എല്ലാ ഘടകകക്ഷികളും കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് ഈ ചർച്ചയിലൊന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രാദേശിക പാർട്ടികൾ, ഇപ്പോൾ കേരള കോൺഗ്രസിനെ പോലുള്ളവർ കൃത്യമായിട്ടുള്ള ഇൻകം ടാക്സ് അടയ്ക്കുകയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? അപ്പം അതൊന്നുമല്ല ശ്രീ ശങ്കുട്ടിദാസ്. ടാർഗറ്റ് ചെയ്തു, അതായത് ഏകദേശം ജനുവരി മുതൽ നിങ്ങൾ ചലിപ്പിക്കുന്ന വിധത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ നിങ്ങളുടെ കൈകളിൽ ഒതുക്കി. ദയവേത് ഈ ചർച്ചയിൽ പറയരുത് കേട്ടാ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ED ഒന്നും ഞങ്ങളുടെ പരിധിയിലല്ല എന്ന് ദയവ് ചെയ്ത് പറയരുത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗവർണർമാരെ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്നിപ്പോൾ മദ്രാസ് ഹൈക്കോടതിയെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിപ്പിക്കുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ തയ്യാറാക്കി നിർത്തിയിട്ട് കോൺഗ്രസിന് കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പുറപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു എന്നുള്ളത് ജനങ്ങൾക്കും വിശ്വാസമായ രീതിയിൽ വേണം. അതിന് ശങ്കുറ്റിദാസ് പറഞ്ഞത് നിയമമാണല്ലോ, നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുവാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് കഴിയുക, കേന്ദ്ര സർക്കാരിന് എങ്ങനെയാണ് കഴിയുക എന്നുള്ളതാണ്. ശ്രീ MK ഹരിദാസ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഈ അടുത്ത കാലത്ത് ഒരു വലിയ യാത്ര നടത്തിയിരുന്നുവല്ലോ. അപ്പോൾ അതിന് പണമുണ്ടായിരുന്നു രാഹുലിന്, പക്ഷേ ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പണമില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ വിശ്വസിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അത് ഇന്നത്തെ ഈ പത്രസമ്മേളനം വെറും പ്രഹസനമാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, പുലി കിടന്ന മടയിലെ ഒരു രോമം പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് മഞ്ജുഷേ? 50 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ഈ ബാങ്കിലിട്ട പൈസ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു കരച്ചിൽ നടത്തി കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇന്ത്യയിൽ എത്ര ജനങ്ങൾ തയ്യാറാവും? അതൊന്നും വിശ്വസിക്കേണ്ട. അല്ലെങ്കിൽ ഫ്ലൈറ്റിന് പോകാൻ പൈസ ഇല്ല, ഞങ്ങൾക്ക് ട്രെയിനിന് പോകാൻ കാശില്ല, ബസ് വിളിക്കാൻ കാശില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ കാശില്ല, അതൊക്കെ വിലാപം. അത്തരത്തിലൊരു വിലാപത്തിലൂടെ 10 വോട്ട് നേടാൻ രാഹുൽ ഗാന്ധിക്ക് അവസരമൊരുക്കത്തക്ക തോതിയിൽ ഇത്തരത്തിലുള്ളൊരു ഡ്രാമ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ആടിക്കാൻ BJPയെ പോലൊരു പാർട്ടി തയ്യാറാവരുത് എന്നായിരുന്നു ഞങ്ങളെ പോലുള്ളവർക്ക് പറയാനുള്ളത്. ഇതിന്റെ ടൈമിംഗ് ആണ് പ്രധാനം. ശ്രീ ശങ്കുറ്റിദാസ്, ഇന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ പറഞ്ഞതും അതാണ്. ഇവിടെ ഹെൻറി ഓസ്റ്റിനും അതേ കാര്യം പറഞ്ഞു, തെരഞ്ഞെടുപ്പ് എന്നുള്ള ടൈമിംഗ്. ആ ടൈമിങ്ങിൽ ഇക്കാര്യങ്ങൾ വന്നതാണ് പ്രധാനമായിട്ടും സംശയത്തിനിട നൽകുന്നത്. അത് 30 വർഷം മുൻപത്തെ കാര്യം ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? നോക്കൂ, 30 വർഷം മുൻപ് ഉണ്ടായിട്ടുള്ള വ്യവഹാരത്തിന്റെ മുകളിലല്ല ഈ പറയുന്ന 135 crore മുകളിൽ നടന്നിട്ടുള്ള ലീനപ്പ്. അത് ഈ സമയത്തിന്റെ പ്രശ്നം ഇവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു ചർച്ചയിൽ ഒരു ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു പാർട്ടിക്ക് മേലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രൈബ്യൂണലും ഒരു ഹൈക്കോടതിയും സംയുക്തമായിട്ട് എടുത്തിട്ടുള്ള ഒരു നടപടിക്ക് എതിരായിട്ട് സാമൂഹ്യ നിരീക്ഷകരൊക്കെ രോഷം കൊള്ളുകയും ഇത് രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കുന്നു, ധാർമ്മികതയ്ക്ക് എതിരാണ്, നികുതി വെട്ടിപ്പിനുള്ള എല്ലാ അന്തരീക്ഷവും ഒരുക്കി കൊടുക്കലാണ് ഒരു ഭരണവർഗ പാർട്ടിയുടെ ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ എന്നൊക്കെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഞാൻ. BJP എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടി? കോൺഗ്രസ് പാർട്ടിയുടെ 135 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ണടച്ചു വിടണമായിരുന്നോ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ കാര്യം നോക്കാം. തൽക്കാലം ഇപ്പൊ അവരുടെ കയ്യിലുള്ള പണം അവർ ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ, ഏത് വഴിയിലൂടെയും സമാഹരിച്ച പണം അവർ ഉപയോഗിക്കട്ടെ. ജനാധിപത്യത്തെ കരുതിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ ആലോചിക്കാൻ തീരുമാനിക്കുകയാണോ വേണ്ടിയിരുന്നത്? ഈ ടൈമിങ്ങിനെ പറ്റി നിങ്ങൾ പറയുന്നു, ഇത് 2019 തുടങ്ങിയിട്ടുള്ള നടപടിക്രമമല്ലേ? ഇത് 2024 ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ എടുത്തിട്ടുള്ള കേസാണോ? 2019 ഇൻകം ടാക്സ് കമ്മീഷണറുടെ നോട്ടീസ് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയത്. 2021 ഇവരുടെ ഹർജി ഡിസ്പോസ് ചെയ്തുകൊണ്ട് ഇൻകം ടാക്സ് കമ്മീഷണർ 135 കോടി രൂപ ഫൈൻ അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്. അതിന്റെ മുകളിൽ 2022 ഈ ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രൈബ്യൂണൽ ആദ്യം ഡൽഹി ഹൈക്കോടതിയിൽ പോയി. ഡൽഹി ഹൈക്കോടതി പറഞ്ഞു അപ്പല്ലറ്റ് ഫോറം എന്ന് പറയുന്ന ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രൈബ്യൂണലാണ്, ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രൈബ്യൂണലിൽ പോകണമെന്ന് പറഞ്ഞു. ഒരു ITATയിൽ പോയി. ITATയുടെ നടപടിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഫെബ്രുവരി 21 കേസ് പോസ്റ്റ് ചെയ്തത് ഞങ്ങളാണോ? BJP സർക്കാരാണോ ചെയ്തത്? ITAT അല്ലേ പോസ്റ്റ് ചെയ്തത്? അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമം വരുമ്പോ ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് വെച്ചാൽ, നിങ്ങൾ നികുതി വെട്ടിപ്പ് 5 കൊല്ലം മുമ്പ് നടത്തുകയാണെങ്കിൽ 5 കൊല്ലം മുമ്പ് അതിന്റെ നടപടികൾ തീരുമായിരുന്നു. നിർഭാഗ്യവശാൽ നിങ്ങൾ നടത്തിയത് 2019 പോയി. അതുകൊണ്ട്
2024 ആ കേസ് റൈപ്പായത് എന്നല്ലാതെ ഞാൻ എന്താ പറയാ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചർച്ചയിൽ ചില കൗതുകകരമായിട്ടുള്ള വാദങ്ങൾ, അതായത് എന്താ പറയുക, BBC-ക്കെതിരെ BBC ഗുജറാത്ത് കലാപത്തെ പറ്റി ഡോക്യുമെന്ററി ചെയ്തപ്പോഴല്ലേ അവരുടെ 49 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നിങ്ങൾ പിടിച്ചത്. അങ്ങയുടെ പ്രശ്നം എന്താണ്? അവരുടെ 49 കോടിയുടെ നികുതി വെട്ടിപ്പ് പിടിച്ചതാണോ അതോ നേരത്തെ പിടിച്ചില്ല എന്നുള്ളതാണോ? അതായത് അങ്ങനെ ഒരു നടപടി ഉണ്ടാവുമ്പോൾ അതിനോട് കൺകറന്റ് ആയിട്ട് വരുന്നിട്ടുള്ള ഒരു ഇവന്റ് എടുത്തുകൊണ്ട് ഇതിന്റെ വിരോധം കൊണ്ടാണ് ഞങ്ങളോട് ഇത് ചെയ്യുന്നതെന്ന് ഏത് പ്രതിക്കും പറയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കെതിരെയുള്ള ഒരു സർക്കാർ ആക്ഷൻ വരുമ്പോൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് ഞങ്ങൾ സർക്കാരിനെതിരെ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന്റെ വിരോധമാണിത്. ഇത് സ്ഥിരം ഡിഫൻസ് അല്ലേ? ഇവരൊന്നും സർക്കാരിനെ വിമർശിക്കാത്ത ഒരു നല്ല കാലം നോക്കിയിരിക്കാൻ പറ്റുമോ? ഇവർക്കെതിരെ ഞങ്ങൾക്ക് നടപടി എടുക്കാൻ BBC ഏത് കാലത്ത് ഞങ്ങളെ വിമർശിക്കാതിരുന്നിട്ടുള്ളത്? BBC കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള താല്പര്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടില്ല. ഇന്ത്യ ചന്ദ്രയാൻ വിക്ഷേപിച്ച സമയത്ത് എലൈറ്റ് സ്പേസ് ക്ലബിന്റെ പുറത്ത് പശുവിനെ മേച്ച് വിടുന്ന ആൾക്കാരായിട്ട് ഇന്ത്യയെ ചിത്രീകരിക്കുന്ന ആ മനസ്ഥിതി കയറുന്ന പാശ്ചാത്യ മാധ്യമമല്ലേ? അവർ ഏത് ഞങ്ങളെ വിമർശിക്കാത്തത്? അവർ 2 മാസം ഞങ്ങളെ വിമർശിക്കാത്ത സമയം നോക്കിയിരിക്കണോ ഞങ്ങള് അവർക്കെതിരെ നടപടി എടുക്കാൻ? പിന്നെ അങ്ങ് ചോദിക്കുന്നു, NDA-യിലെ ഒരു പാർട്ടിയും നികുതിയുമായി ബന്ധപ്പെട്ട് തരികിടകളോ അല്ലെങ്കിൽ വെട്ടിപ്പുകളോ ഒന്നും നടത്തിയിട്ടില്ല അങ്ങേക്ക് ഉറപ്പു വരാൻ കഴിയുമെന്ന്. ഇത് എന്തൊരു വാദമാണ്? അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും സത്യസന്ധന്മാരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുക്കാൻ കഴിയുള്ളൂ. NDA-യിലുള്ള കക്ഷികൾ ആ തരത്തിലുള്ള എന്തെങ്കിലും നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുക്കട്ടെ, അവർക്കെതിരെ നടപടി ഉണ്ടാവട്ടെ, അവരും പിഴയുണ്ടാവട്ടെ. അല്ലാണ്ട് ലോകത്ത് ബാക്കി എല്ലാവരും നന്നായതിനു ശേഷം അത് ഞങ്ങൾക്കെതിരെ നടപടി. നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്തിട്ട് നിങ്ങളെ പിടിച്ച് നിങ്ങളെ ജയിലിലിട്ട് കഴിഞ്ഞാൽ ലോകത്ത് വേറെ ആരും ചെയ്യാത്തൊരു കുറ്റം. അല്ല, അദ്ദേഹം ചോദിച്ചത് പ്രധാനമായിട്ടും BJP-യുടെ അക്കൗണ്ടുകൾ അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടുണ്ടോ എന്നാണല്ലോ. BJP-യുടെ അക്കൗണ്ടുകൾ അങ്ങനെ ഫ്രീസ് ചെയ്യാറുണ്ടോ? അത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. BJP-ക്കെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടികൾ ഉണ്ടായിട്ടില്ലേ? ഇതിൽ നോക്കൂ, നിങ്ങൾ ആദ്യം ഒരു കാര്യം കേട്ടില്ല. ഒരു മിനിറ്റ്, ആരാ സംസാരിക്കുന്നത് അതിന്റെ ഇടയില്? ഹെൻറി എന്താണ് സംശയം? ഹെൻറി പറഞ്ഞോളൂ. ഹെൻറി എന്താണ്? ശങ്കുട്ടിദാസ് പറയുന്ന വാദങ്ങളൊക്കെ കൗതുകകരമാണ്. കാരണം ഇതില് നികുതി വെട്ടിപ്പ് നടത്തി എന്നാ പറയുന്നത്. നികുതി അടക്കാൻ ബാധ്യത ഇല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക്. പിന്നെ എങ്ങനെ നികുതി വെട്ടിപ്പ്? ടെക്നിക്കൽ ആയിട്ടുള്ള അനോമലിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമം എടുത്തിരിക്കുന്നത്. നികുതി ബാധ്യത ഇല്ലാതെ നികുതി വെട്ടിപ്പ് നടത്തുന്നത്? 130 നികുതി വെട്ടിപ്പ് നടത്തിയോ? നികുതി അടക്കാൻ ബാധ്യത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നികുതി അടക്കുന്നത്? BJP അടക്കുന്നുണ്ടോ നികുതി? ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ BJP നികുതി അടച്ചിട്ടുണ്ടോ? നികുതി അടക്കാൻ ബാധ്യത ഇല്ലെന്നേ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യത 10,000 രൂപ ഫൈനാണ് IT ആക്ടിൽ പറയുന്നത്. ഹെൻറി, നിങ്ങൾ 14 ലക്ഷം രൂപ ക്യാഷ് കോൺട്രിബ്യൂഷൻ ഉള്ളതിന് എക്സ്പ്ലനേഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് 115 കോടിയുടെ ഫൈൻ അടക്കുന്നത്. എന്ന് പറയാൻ കാരണം എന്താ? ഈ 2019 തുടങ്ങിയ നടപടി എന്തുകൊണ്ട് ഇപ്പൊ ആക്ഷനിലേക്ക് വന്നു എന്നുള്ളതാണ് ചോദ്യം. മാർച്ച് മാസത്തിൽ ഇലക്ഷന്റെ മൂർധാവിൽ എത്തി നിൽക്കുമ്പോഴാണ് പ്രധാന പ്രതിപക്ഷ കക്ഷിക്കെതിരെ ഒരു നടപടിക്രമമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. പണം പക്ഷേ താങ്കൾ പറഞ്ഞ സാങ്കേതിക കാര്യം ടാക്സ് അടയ്ക്കാൻ ബാധ്യതയില്ല എന്നുള്ളത്. ശരി, ശംഖു മറുപടി. അദ്ദേഹം ഒരു വാചകം പറയട്ടെ എന്നുകൊണ്ട് ഇടപെട്ടിട്ട് അദ്ദേഹം ഒരു മുഴുവൻ രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ്. ഇദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കിട്ടുന്നതിനിടയിൽ ഞാനിങ്ങനെ ചെയ്താൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇതെന്തൊരു മര്യാദയാണ്? ഈ ചർച്ചയിൽ പോലും സാമാന്യ മര്യാദ പാലിക്കാൻ പറ്റാത്ത ഇവരാണോ ജനാധിപത്യ മര്യാദയെ പറ്റി പറയുന്നത്, പ്രതിപക്ഷ ബഹുമാനത്തെ പറ്റി പറയുന്നത്? എതിരെ ആദ്യം ഒരാൾ പറയുന്ന മുഴുവൻ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കും. ഇവിടുത്തെ ബേസിക് പ്രശ്നം നിങ്ങൾ നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളത് തന്നെയാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നികുതി അടയ്ക്കേണ്ട ബാധ്യത ഇല്ലാത്തത് ഏതടിസ്ഥാനത്തിലാണ്? IT ആക്ടിലെ സെക്ഷൻ 13A പ്രകാരം നിങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസോ നിങ്ങളുടെ അസറ്റുകളിൽ നിന്ന് കിട്ടുന്ന റെന്റോ അതല്ലെങ്കിൽ ലീസോ ഫീസോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ പറയുന്ന എന്താ പറയാ അത് ഇൻകം ടാക്സിന്റെ എക്സെപ്ഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഇൻകം ടാക്സിന്റെ എക്സെപ്ഷൻ കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെക്ഷൻ 239(4)(b) പറയുന്ന പോലെ കംപ്ലീറ്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൊടുക്കണം. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ 20,000-ൽ താഴെയുള്ള മണി ട്രാൻസാക്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് അൺനൗൺഡ് സോഴ്സസ് ആയിട്ട് കാണിക്കാൻ സാധിക്കുള്ളൂ. 20,000-ന് മുകളിൽ കേൾക്കുന്നില്ല. ശംഖു ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? ശംഖു സൗണ്ട് പോയോ? ശംഖു കേൾക്കുന്നില്ല. സാങ്കേതിക തടസ്സമുണ്ട്. ശ്രീ ഹെൻറി ഓസ്റ്റൻ മറുപടി താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, അദ്ദേഹം പറയുന്നത് തന്നെയാണ് ഞങ്ങളും പറയുന്ന പോയിന്റ്. അദ്ദേഹം പറഞ്ഞില്ല നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് നികുതി ബാധ്യത ഇല്ല. നികുതി ബാധ്യതയ്ക്ക് വരെ അവര് റിട്ടേൺസ് ഫയൽ ചെയ്യണം. ആ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ അതിന് 20,000 രൂപയിൽ താഴെ മാത്രമേ ക്യാഷ് ട്രാൻസാക്ഷൻസ് കാണിക്കും. ഞങ്ങളുടെ റിട്ടേൺസ് 45 ദിവസം വൈകിയാണ് 2018 ഒരു ഇലക്ഷൻ വർഷത്തിലാണത്.
ഇലക്ഷൻ നടന്ന ഒരു വർഷത്തിൽ 2008-19 കാലയളവിൽ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ 45 ദിവസം ഡിലേ വന്നു. അങ്ങനെ ഡിലേ വന്നാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 10,000 രൂപയാണ് പരമാവധി ഫൈൻ. അതാണ് വകുപ്പ് ഒന്ന്. രണ്ടാമത് 14 ലക്ഷം രൂപയുടെ ക്യാഷ് കോൺട്രിബ്യൂഷൻസ് ഞങ്ങളുടെ റിട്ടേൺസിലുണ്ടായിരുന്നു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് മൻമോഹൻ സിംഗ് കമ്മിറ്റി രൂപീകരിച്ച് അത് അന്വേഷിച്ച് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്ത MP-മാരുടെ MLA-മാരുടെ വിശദാംശങ്ങളടക്കം റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. ഈ 14 ലക്ഷം രൂപ ക്യാഷ് ഉണ്ടെന്നതിന് 115 രൂപയുടെ ഫൈൻ അടക്കാനായിട്ടുള്ള വളരെ അസ്വാഭാവികമായിട്ട് നടപടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞ പോയിന്റിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇലക്ഷന് മൂർധന്യത്തിൽ ഈ ഇലക്ഷനിലേക്ക് പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ ഫണ്ട് സ്രോതസ്സുകളിലെ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ കൊണ്ടുവരികയും ഫ്രീസ് കൊണ്ടുവരികയും ലെയിൻ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ആ പ്രക്രിയയിലേക്ക് പണം മുടക്കാനായിട്ടും ഇലക്ഷൻ സുഗമമായി നടത്താനും വേണ്ടുന്നുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള വലിയൊരു ബന്ധനമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ജനാധിപത്യ പ്രക്രിയ തടസ്സപ്പെടുന്നത് തന്നെയാണ്. അതിലെന്താ സംശയം? ശരി ശരി എന്തുകൊണ്ട് കോൺഗ്രസ് 200 സീറ്റിൽ കോൺഗ്രസ് ആണ് BJP നേർക്കുനേർ ഫൈറ്റ് ചെയ്യുന്നത് ഈ രാജ്യത്ത്. പറഞ്ഞോളൂ, ടാക്സ് ലയബിലിറ്റിയെ പറ്റിയാണ് താങ്കൾ പറഞ്ഞു വന്നത്. ഹെൻറിക്ക് പറഞ്ഞു മതിയായിട്ടില്ല. ഹെൻറിക്ക് 2 ഗുണം കിട്ടിയിട്ടും ധാരാളമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് ഒഴിഞ്ഞു തരാട്ടോ. ഞാനൊരു 2 മിനിറ്റ് ഒന്ന് സംസാരിച്ചു. ശരി ശരി ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം, കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോ എന്താണ്, നികുതി റിട്ടേൺസ് അടച്ചില്ല, പ്രോപ്പർ ടൈമിൽ റിട്ടേൺസ് അടച്ചില്ല എന്നുള്ളതിന്റെ പേരിലുള്ള ഫൈൻ അല്ല ഇത്. ഇവർ യഥാർത്ഥത്തിൽ റിട്ടേൺസ് അടച്ചപ്പോൾ മറച്ചു പിടിച്ചിട്ടുള്ള സംഖ്യയാണ് യഥാർത്ഥത്തിൽ റിട്ടേൺസിൽ കാണിക്കേണ്ടതും. എന്നാൽ കോൺഗ്രസ് നിയമവിരുദ്ധമായിട്ട് ഹൈഡ് ചെയ്തതും. എപ്പോഴാണ് ഈ റിട്ടേൺസിൽ നിന്ന് എക്സംഷൻ കിട്ടുക? ഇതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്. സെക്ഷൻ 13A പ്രകാരം ഇൻകം ടാക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷനോ അവരുടെ വസ്തുവിൽ നിന്ന് കിട്ടുന്ന ലീസോ റെന്റോ മറ്റു കാര്യങ്ങളോ ആയിരിക്കണം. പൊതുജനത്തിൽ നിന്ന് കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മോണിറ്ററി ആയിട്ട് ക്യാഷ് ആയിട്ട് ആളുകളിൽ നിന്ന് മേടിക്കാൻ സാധിക്കുക 20,000-ൽ താഴെയുള്ള സംഖ്യ മാത്രമാണ്. 20,000-ൽ താഴെയുള്ള സംഖ്യയാണെങ്കിൽ മാത്രമേ അതിനെ എന്തായിട്ട് നമ്മൾ കണക്കാക്കുള്ളൂ, അൺനോൺ സോഴ്സസിൽ നിന്നുള്ള വോളണ്ടറി കോൺട്രിബ്യൂഷൻ ആയിട്ട് കണക്കാക്കുള്ളൂ. 20,000-ന് മുകളിലേക്കുള്ള സംഖ്യയാണെങ്കിൽ അതിന് പ്രോപ്പർ റെസീറ്റ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുള്ള പേരും ആളുടെ കറക്റ്റ് ഡീറ്റെയിൽസും വേണം. ഇപ്പോ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്തതിനു ശേഷം ആളുകളിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്ന മോണിറ്ററി ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2,000 രൂപ മാത്രമായി. 20,000 രൂപ പറ്റില്ല, 2,000 ആണ്. 10,000 ആണെങ്കിൽ ബോണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സംഖ്യ ഇവർ മറച്ചു പിടിക്കുകയും വളരെ കുറഞ്ഞൊരു സംഖ്യ മാത്രം ഇവരുടെ ഇൻകം ടാക്സ് റിട്ടേൺസിൽ ഇവരുടെ പബ്ലിക് കളക്ഷൻ ആയിട്ട് ഇവർ കാണിക്കുകയും ചെയ്തു. എന്നാൽ ഇൻകം ടാക്സിന്റെ അന്വേഷണത്തിൽ ഇവർ ഈ റിട്ടേൺസിൽ കാണിച്ചിട്ടുള്ള സംഖ്യയല്ല ഇവർക്ക് കിട്ടിയിട്ടുള്ളത്, വലിയൊരു സംഖ്യ ഇവർ മറച്ചു പിടിച്ചിട്ടുണ്ട്. ആ മറച്ചു പിടിച്ചിട്ടുള്ള സംഖ്യയെ കൂടി ടാക്സബിൾ ഇൻകത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അവിടെയാണ് 105 കോടിയുടെ ടാക്സ് ഡിസ്ക്രിപ്പൻസീസ് വരുന്നത്. അതല്ലാണ്ട് 105 കോടി എന്ന് പറയുന്നത് 105 കോടി എന്ന് പറയുന്നത് ഇവർക്ക് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ട് ഇവർക്ക് മേലെ 100% ഫൈൻ ഇമ്പോസ് ചെയ്തതല്ല. ഇത് ഇവര് മറച്ചു പിടിച്ചിട്ടുള്ള സംഖ്യയുടെ മേലെ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സിലേക്ക് മനസ്സിലായി. എന്തായാലും കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻകം ടാക്സിനെ കൊണ്ട് കാര്യങ്ങൾ കോൺഗ്രസിന് മേൽ നടപടികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ശ്രീ ഹെൻറി യോസിന്. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ വിയർപ്പൊഴുക്കേണ്ടി വരും കൂടുതൽ. അത് പണം കണ്ടെത്തുന്നതിന് വേണ്ടി കൂടിയാകും എന്ന് മാത്രം. മഞ്ജുഷ്, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തവണത്തെ ഇലക്ഷൻ ഏകദേശം 45 ദിവസമാണ് പ്രചരണം. പതിവിലും അധികം ദിവസങ്ങൾ പ്രചരണത്തിന് വേണ്ടി വരുന്നുണ്ട്. അത്തരം ഒരു ദീർഘകാലത്തെ 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രചരണം അത് ഒരു പാർട്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രതിസന്ധിയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്. അക്കൗണ്ടിലുള്ള പണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത് ഫ്രീസ് ചെയ്യപ്പെടുന്നു. അവിടെ ചെക്കുകൾ പാർട്ടി കൊടുത്താൽ അത് എടുക്കാൻ പാടില്ല എന്ന് ബാങ്കുകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. 115 കോടി രൂപ ബാങ്കിൽ നിന്ന് നിർബന്ധപൂർവ്വം ഗവൺമെന്റിലേക്ക് അടപ്പിക്കുന്നു. ഈ നടപടികളിൽ ഇലക്ഷന്റെ മൂർധന്യത്തിൽ നടക്കുമ്പോൾ ഇപ്പോ ശംഖുദാസ് പറഞ്ഞപ്പോൾ വളരെ രസകരമായി എനിക്ക് തോന്നിയൊരു കാര്യം, എന്ത് റൈറ്റ്സ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന നേർവഴി ചെയ്യുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ 6,000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളുടെ ഏത് കമ്പനിയാണ് നിങ്ങൾ കാശ് വാങ്ങിയിരിക്കുന്നത്? ആരൊക്കെ നിങ്ങൾക്ക് പണം തന്നത്? അതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അന്വേഷിച്ച കമ്പനി 440 കോടി റെയ്ഡ് ചെയ്ത ഫ്യൂച്ചർ ഗെയിംസ്
140 കോടി രൂപ അടച്ചവർക്ക് 14,400 രൂപയുടെ കരാർ കിട്ടിയ 2 കമ്പനികൾ, 1,800 കോടി. പ്രധാനമന്ത്രി കുസും പദ്ധതിയിൽ 1,400 കോടിക്ക് കരാർ നേടിയ കമ്പനി 150 രൂപ അടച്ചിരിക്കുന്നു. അങ്ങനെ എത്രയോ കമ്പനികളാണ് നിങ്ങൾക്ക് ED അന്വേഷിച്ചതും നിങ്ങൾക്ക് കരാറുകൾ കൊടുത്ത കമ്പനികൾ എത്രയോ 6,000 കോടി രൂപ വാങ്ങിച്ച ഒരു പാർട്ടിയാണ് ഇവിടെ നിന്ന് ധാർമ്മികത പറയുന്നത്. വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. 14 ലക്ഷം രൂപയുടെ ക്യാഷ് കോമ്പണന്റ് കൊടുക്കാത്തതിന് അദ്ദേഹം പറഞ്ഞു മറച്ചുവെച്ച തുക എത്രയാ മറച്ചുവെച്ച തുക? 14 ലക്ഷം അല്ലേ? ഇൻകം ടാക്സ് പറഞ്ഞിരിക്കുന്നത് 14 ലക്ഷം അല്ലേ? അത് ഞങ്ങളുടെ മൊത്തം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ 0.006% ആണ്, 1% പോലും ഇല്ല. അതിനാണ് 106% പിഴയും വന്നിരിക്കുന്നത്. ശ്രീ MK ഹരിദാസ്, ഇവിടുത്തെ ഇതിൽ കൗതുകരമായിട്ടുള്ളൊരു വാദം, ഇദ്ദേഹം ഈ പറയുന്ന കാര്യം IT കമ്മീഷണറും ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലും ഡൽഹി ഹൈക്കോടതിയും തള്ളിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇവർക്ക് മേലെ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഫൈന് ലീഗൽ ആൻഡ് സ്റ്റാൻഡിംഗ് ആണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇത് BJP അനധികൃതമായിട്ടും അന്യായമായിട്ട് ഇമ്പോസ് ചെയ്തെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശരി, ശ്രീ MK ഹരിദാസ്, ഈ ചോദ്യം നേതാക്കളോട് ചോദിച്ചപ്പോൾ ഏജൻസികളിൽ പോലും, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം പോലും ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയുമായിട്ട് പോകുന്നില്ല, അപ്പോൾ അടുത്ത ഘട്ടമായിട്ട് അങ്ങോട്ട് പോകുന്നുവെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എവിടെ പരാതി കൊടുത്തിട്ടും രക്ഷയില്ല എന്ന രീതിയിലുള്ള വിലാപവും ഈ നേതാക്കളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ എവിടെ പോയി പരാതി പറയും എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഡൽഹി ഹൈക്കോടതിയെ BJP റാഞ്ചി, ഡൽഹി ഹൈക്കോടതിയിലെ ന്യായാധിപൻ BJPയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞില്ല എന്നാണോ കോൺഗ്രസിന്റെ ആരോപണം? ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, സാമ്പത്തികമായിട്ട് ഞങ്ങളെ ഞെരുക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി മഞ്ജുഷേ. അത്ര വലിയ ഒരു പ്രതിസന്ധി ഒന്നും സാമ്പത്തികമായിട്ട് കോൺഗ്രസിനുണ്ട് എന്നുള്ളത് എനിക്ക് അഭിപ്രായമില്ല. കാരണം മുതലക്കുട്ടിയെ നീന്താനൊന്നും പഠിപ്പിക്കേണ്ട, അത് വെള്ളത്തിൽ പ്രസവിക്കണു, അവിടുന്ന് അത് നീന്തി കരയ്ക്ക് കയറുന്നു. അപ്പോൾ കോൺഗ്രസ് 50 വർഷത്തോളം കാലം ഇന്ത്യ ഭരിച്ചിട്ട് എല്ലാ ഇലക്ഷനുകളെയും ഭംഗിയായി നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ മുകളിൽ നേരിടാൻ കഴിയാത്തത് കൊണ്ട് അവർ തോൽക്കാനൊന്നും പോകുന്നില്ല. എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ വിഷയം അതല്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ല. ശ്രീ ശങ്കുട്ടിദാസിനോട് ഒരു മറുപടി ഉണ്ട്. താങ്കൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഈ BBC റെയ്ഡ് വൈകിയതാണോ താങ്കളെ വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ 49 കോടിയുടെ കള്ളത്തരം കണ്ടെത്താൻ വൈകിയതാണോ? തീർച്ചയായിട്ടും വൈകിയതാണ് സാർ. നിങ്ങൾക്കെതിരായിട്ട് ആര് നടപടിയെടുക്കുന്നവരോ അത്തരക്കാരെ നിങ്ങൾ റെയ്ഡ് ചെയ്തിട്ട് ഇത്തരത്തിൽ പിഴ ചുമത്തുകയല്ല വേണ്ടത്. MK ഹരിദാസൻ 2016-17 കാലഘട്ടത്തിലെ ഒരു ഇൻകം ടാക്സ് അസസ്മെന്റിലെ എനിക്ക് എൻ്റെ മെൻഡറായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട് പണിക്ക് അയച്ചു തന്ന 3 ലക്ഷം രൂപയുടെ കണക്ക് കാണിക്കാത്തതിന് 16 പ്രാവശ്യം ഇൻകം ടാക്സ് ഓഫീസിലേക്ക് MK ഹരിദാസിനെ നടത്താമെങ്കിൽ ഒരു വിദേശ കമ്പനി, അതും ഇന്ത്യയെ അടക്കി ഭരിച്ച ഒരു വിദേശ കമ്പനിയുടെ ഒരു TV ചാനല് ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ അവർ 49 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തുന്നു എന്ന് കണ്ടെത്താൻ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോൾ സാധിച്ചില്ലെങ്കിൽ അത് അങ്ങേയറ്റം മോശമായിട്ടുള്ള സംഗതിയാണ്. പിന്നെ താങ്കൾ ഇവിടെ വാചാലനായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ BJP കൃത്യമായി കണക്ക് കാണിച്ചതാണോ സാർ 2 ദിവസമായിട്ട് പൊന്തി വന്നിട്ടുള്ള കൊടകര കുഴൽപ്പണക്കേസ്? 30 കോടിയുടെ ഭാഗമായിട്ടുള്ള 3 കോടിയാണ് പിടിക്കപ്പെട്ടത് എന്ന് ഇന്ന് കേരള പോലീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ 3 കോടി നമുക്ക് 30 കോടി അതിന്റെ പാട്ടിന് വിടുക, ബാക്കി ആ 3 കോടി നിങ്ങൾ കൃത്യമായിട്ട് കണക്കിൽ കാണിച്ചിട്ടുള്ളതാണോ? താങ്കൾ ഇവിടെ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കോൺഗ്രസിനെ അല്ല സാർ, ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണം. അവിടെ സംസാരിക്കല്ലേ, സംസാരിക്കല്ലേ പ്ലീസ്, ദയവ് സംസാരിക്കല്ലേ. ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ വേണ്ടിയിട്ടില്ല. ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയുകയാണ്. പ്രതിപക്ഷത്തിന്റെ മര്യാദ ഇല്ലാതെയാണ് നിങ്ങൾ ഈ താങ്കൾക്ക് സംസാരിക്കാൻ സമയം തരും, താങ്കൾക്ക് സംസാരിക്കാൻ ആ 3 കോടി വീണ്ടും ആവർത്തിക്കുകയാണ്. ആ 3 കോടി കൃത്യമായിട്ട് കൃത്യമായിട്ട് കണക്കിൽ കാണിച്ച വഴിയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല സാർ, നിങ്ങളുടെ ED ഡിപ്പാർട്ട്മെന്റ് പിടിച്ചിട്ടുള്ള കേസ് എന്തായി സാർ? കേരളത്തിലെ ഓരോ നികുതിദായകനും ചോദിക്കാനുള്ള ചോദ്യമാണ്, എന്തായി സാർ ആ 3 കോടിയുടെ കേസ്? ഞാൻ പറയുമ്പോ താങ്കൾക്ക് പൊള്ളുന്നുണ്ടല്ലേ? കൃത്യമായിട്ട് മറുപടി പറയൂ സാർ, അല്ലാതെ ഞാൻ സംസാരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയല്ല വേണ്ടത്. കോൺഗ്രസ് പൊതുജനങ്ങളിൽ നിന്നും മേടിച്ച, അതായത് സംഭാവനയും അവർക്ക് കിട്ടിയിട്ടുള്ള ലീസും അവർക്ക് കിട്ടിയിട്ടുള്ള വാടകയ്ക്കും അപ്പുറം എന്ത് പൈസയാണ് അവർ സ്വരൂപിച്ചതെന്ന് താങ്കൾ ഇവിടെ പറയൂ. ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഇന്ത്യയിൽ വേണമെങ്കിൽ കോൺഗ്രസ് വിജയിച്ചേ മതിയാകൂ എന്ന ആഗ്രഹം കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഇലക്ഷൻ കാലത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ജനാധിപത്യ ധ്വംസനം അങ്ങേയറ്റം മോശപ്പെട്ടൊരു സംഗതിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഞ്ജുഷ്. ശരി, ശ്രീ ശങ്കു മറുപടി.
നോക്കൂ, ഒന്നാമത്തെ കാര്യം ഈ കൊടകര എന്നിങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. എന്തൊക്കെ ഒരു ചർച്ചയിലൊക്കെ വന്നിട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി നമുക്ക് ഫാക്ട്സിനോടൊരു കമ്മിറ്റ്മെന്റ് വേണം, വസ്തുതകളോടൊരു കമ്മിറ്റ്മെന്റ് വേണം. കൊടകരയിൽ BJP കള്ളപ്പണം കടത്തി എന്ന് പറയുന്ന ഒരു കേസ് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള വ്യവഹാര സംവിധാനത്തിന് മുന്നിലുണ്ടോ? ഏതെങ്കിലും ഒരു ട്രൈബ്യൂണലിന് മുമ്പിൽ, ഏതെങ്കിലും ഒരു കോടതിക്ക് മുമ്പിലോ, ഒരു പോലീസ് എടുക്കില്ല സാർ, എടുക്കില്ല. ആരെടുക്കാനാ? അല്ല, കേരളത്തിലെ പോലീസ് ക്രൈംബ്രാഞ്ച് വിവരങ്ങളെല്ലാം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശംഭു അങ്ങനെ കേസുണ്ടല്ലോ. രാഷ്ട്രീയ നിരീക്ഷകനോടാണ് വിഷമം. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കൊടകര സംഭവവുമായി ബന്ധപ്പെട്ട് കൊടകര പിണറായി വിജയന്റെ കീഴിലുള്ള LDF സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ കൊടകര പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരിക്കുന്ന FIR-ൽ പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് IPC 406 ആണ്. IPC 406 എന്ന് പറയുന്നത് റോഡ് സൈഡ് റോബറിയാണ്. മനസ്സിലായി, ഡെക്കോയിറ്റി എന്ന് പറയുന്ന വകുപ്പാണ്. ഒരു കാറിൽ യാത്ര ചെയ്യുന്നിരുന്ന ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് ആ കാറിൽ ഉണ്ടായിരുന്ന ഒരു പണം തട്ടിയെടുത്തു. അവിടെ ഒരു റോഡ് സൈഡ് റോബറിയുടെ കേസല്ലാണ്ട് അതിൽ കള്ളപ്പണം വന്നതുമായി ബന്ധപ്പെട്ടോ കള്ളപ്പണം കടത്തിയതുമായി ബന്ധപ്പെട്ടോ ഒരു കേസും ഇല്ല. അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ PMLA പ്രകാരം സ്വാഭാവികമായിട്ട് ED-യുടെ വെറുതെ പറയല്ലേ. ഞാൻ പറയാം. ഇന്ന് കേരള പോലീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര ഏജൻസിക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന്. അതല്ലേ ഹരിദാസ്? ഞാനൊന്ന് പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ വ്യക്തി തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസിക്ക് കൃത്യമായിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്റെ സാറെ, കൃത്യമായിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ എന്താണ് വിവരം? ഇവിടെ പോലീസിന്റെ FIR ഉള്ള സെക്ഷൻ എന്താണ്? IPC 406 ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, കള്ളപ്പണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പണം എവിടുന്നാണ് സാർ വരുന്നത്? സാർ, എവിടുന്നാണ് ആ പണം വന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് വന്നത്? പറയൂ സാർ. ആ പണം ആർക്ക് വേണ്ടിയിട്ട് വന്നു? ആരുടെ പേരിലാണ് വന്നത്? എവിടുന്നാണ് ആ പണം വരുന്നത്? ഏത് പണം? ഞാൻ ചോദിക്കട്ടെ, PMLA പ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസി, അതല്ലാണ്ട് ഈ പറയുന്ന കള്ളപ്പണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ പോലീസിന് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ FIR ഇട്ടിട്ട് ഇതിൽ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് മണി ട്രെയിലിന്റെ സാധ്യത ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആർക്ക് കൈമാറണമായിരുന്നു? ED-ക്ക് കൈമാറണമായിരുന്നു. ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയിൽ പറഞ്ഞു ED പോലത്തെ ഒരു ഏജൻസിനെ ഇവിടുത്തെ അന്വേഷണം ഏറ്റെടുപ്പിക്കണം എന്ന് പറഞ്ഞു. ED പറഞ്ഞു ഞങ്ങൾ ഇതിൽ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു. 2021 ഹൈബി ഈഡൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP പാർലമെന്റിൽ ഈ ചോദ്യം ചോദിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് ED-യുടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? അന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട ഒരു കഷ്ണം കടലാസ് പോലും, ഒരു തുണ്ട് കടലാസ് പോലും ഞങ്ങൾക്ക് കേരള പോലീസിൽ നിന്ന് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, രേഖകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കേരള പോലീസ് ഒരു ഹൈ ലെവൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞങ്ങൾക്ക് അന്വേഷിക്കാൻ അധികാരമില്ലാത്തൊരു കാര്യത്തിന്റെ മുകളിൽ അന്വേഷിക്കാൻ അവര് IG-യുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കുറെ കാലം മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടി പണം അവിടെ പോയി, പണം ഇവിടെ പോയി എന്ന് പറഞ്ഞ് കുറെ എന്താ പറയാ ഒരു അങ്ങനെ ആവുകയുള്ളൂ ശ്രീ ശങ്കുറ്റിദാസ്. കാരണം അവിടെയാണ് ഈ ഒത്തുകളി ആരോപണം വരുന്നത്. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, താങ്കൾക്ക് ബാക്കി പറയാം. അല്ല പിന്നെ പിണറായിയുടെ പോലീസും മോദിയുടെ ED-യും രണ്ടുപേരും പരസ്പര പൂരകമാണ്. ആരെയാണ് പറഞ്ഞു പറ്റിക്കുന്നവര്? കൊടകര കേസ് ഒരു കാലത്തും തെളിയില്ല, ED അന്വേഷിക്കുകയില്ല, കണ്ടുപിടിക്കുകയില്ല. ലാവ്ലിൻ കേസ് ഒരു കാലത്ത് എടുക്കില്ല. ഈ പണം CPM-നോ കോൺഗ്രസിനോ ആണ് വന്നിട്ട് കൊടകര വെച്ച് പിടിച്ചതെങ്കിൽ ഇപ്പൊ ആ പണത്തിന്റെ കൃത്യമായിട്ടുള്ള സോഴ്സും അത് എവിടെ നിന്ന് വന്നു എന്നും വ്യക്തമാക്കപ്പെടുമായിരുന്നു. അപ്പോൾ ED ഉണ്ട്. ED-ക്ക് ഈ PMRL പ്രകാരമുള്ള കേസ് അല്ലാത്തൊക്കെ എടുക്കാനുള്ള പവറൊക്കെ അപ്പം ഉണ്ടാവും. ഇപ്പൊ ഈ പണം വന്നിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തന ഫണ്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നു അത്തരത്തിലൊരു കേസ് എടുക്കാൻ ED-ക്ക് അധികാരമില്ല എന്ന്. ശരി, ഹെൻറി പോട്ടെ. ഹെൻറി മഞ്ജുഷ, ഇതിലെ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അതായത് ഈ കൊടകര കേസ് ഈ സമീപകാലത്ത് എങ്ങും തെളിയാൻ പോകുന്നില്ല. പിണറായി പോലീസ് അന്വേഷിച്ച് അതിന് തുമ്പുണ്ടാക്കാനും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ലാവ്ലിൻ കേസ് 38 തവണ മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോ തവണ ലാവ്ലിൻ കേസ് മാറ്റി വെക്കുന്നത് കൊടകര കേസും എല്ലാം കൂടിക്കൊഴിഞ്ഞിടക്കും. ഇതൊരു ക്വിഡ് പ്രോ ക്യോ ആണ്. ഇവർ പരസ്പര ധാരണയിൽ ചെയ്യുന്ന കാര്യമാണ്. കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികളും സംസ്ഥാനത്തെ പോലീസും ഈ അന്വേഷണം മരവിച്ചു തന്നെ നിൽക്കും. ഇവിടെ ED പല കേസുകളും ഈ രാജ്യത്ത് അന്വേഷിക്കുന്നുണ്ട്, പല വ്യക്തികൾക്കെതിരെ അന്വേഷിക്കുന്നുണ്ട്. ഞാനൊരു ലിസ്റ്റ് വേണമെങ്കിൽ വായിക്കാം. ഈ അന്വേഷണത്തിന്റെയൊക്കെ അവസാനത്തെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ BJP എന്ന പാർട്ടിയാണ്. അല്ലെങ്കിൽ അവരുടെ ഭരണസ്വാധീനം നിലനിർത്താൻ വേണ്ടിയാണ് ED-യെയും CBI-യെയും ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സംസ്ഥാനങ്ങൾ, എത്ര നേതാക്കന്മാരാണ് ED അന്വേഷണത്തിന് ശേഷം
ഇന്ന് യഥാർത്ഥത്തില് മോഡി ഒരു വാഷിംഗ് പൗഡറും BJP ഒരു വാഷിംഗ് മെഷീനുമാണ്. ഏത് അഴിമതിക്കുറയുള്ള വ്യക്തിയെയും അതിൻ്റെ അകത്തിട്ട് അലക്കി കഴിയുമ്പോഴത്തേക്ക് അവർ അലക്കി തേച്ച് വെളുത്ത് നിർമ്മ വാഷിംഗ് പൗഡറിനെ പോലെ വെളുത്ത് പുറത്തേക്ക് വരികയാണ്. ആദ്യം ED അന്വേഷിക്കുന്നു, ഇൻകം ടാക്സ് അന്വേഷിക്കുന്നു, CBI അന്വേഷിക്കുന്നു. അന്വേഷണത്തിന് ശേഷം അവർ ആ BJPയിലോ BJPയുടെ ഘടകകക്ഷികളോ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല. എത്ര പേർ, ഞാൻ കുറച്ച് പേരുകൾ വായിക്കാം. ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിട്ട് ED അന്വേഷണത്തിന് ശേഷം BJPയിൽ ചേർന്ന ആളുകളുടെ പേരുകൾ ഞാൻ വായിക്കാം. ആന്ധ്രാപ്രദേശ് CM രമേശ്, YS ചൗധരി TDPയിൽ ഉണ്ടായിരുന്നവരാണ്. 2021 ED അന്വേഷിച്ചതാണ്. ഇപ്പൊ രണ്ടുപേരും BJPയിൽ ചേർന്നു, അന്വേഷണം ആരോപിച്ചു. മഹാരാഷ്ട്രയില് ഭാവന ഗാവലി, പ്രതാപ് സാർണിക്ക്, ഹസൻ മുഷ്രിത്ത്, യമീൻ യാദവ്, ഛഗൻ ഭുജ്ബാല്, അശോക് ചവാൻ, ബാബ സിദ്ദിഖി, അജിത് പവാർ ഇവരെല്ലാവരും അന്വേഷണം നേരിട്ടതാണ്. EDയുടെയും CBIയുടെയും ഇൻകം ടാക്സിന്റെയും. ഇപ്പോൾ അവർക്കെതിരെ യാതൊരു അന്വേഷണമില്ല. കാരണം എന്താ? അവർ BJPയിലോ അവർക്ക് ചേരുന്ന ഘടകകക്ഷികളോ ചേർന്ന് കഴിഞ്ഞു. പിന്നെ ഇവിടെ നോക്കിക്കോ, ഗോവയിൽ ദിഗംബർ കമ്മത്ത് 8 MLA-മാരുമായിട്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി ചേർന്നപ്പോൾ അന്വേഷണം അവസാനിപ്പിച്ചു. സുവേന്ദ്ര അധികാരി TMCയിൽ നിന്ന് BJPയിലെ വെസ്റ്റ് ബംഗാളിലേക്ക് പോയപ്പോൾ അവിടെ പ്രധാന പ്രതിപക്ഷ നേതാവായി. ഇങ്ങനെ ഇന്ത്യയിലെ EDയെയും അധികാര സ്ഥാപനങ്ങളെയും EDയെ പോലുള്ള അന്വേഷണ ഏജൻസിയെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെ ടാർഗറ്റ് ചെയ്ത് അവരെ സമ്മർദ്ദത്തിലാക്കി ആ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് BJPയിലേക്ക് ചേർത്ത് അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു വളരെ കൃത്യമായ നടപടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് BJP ഫോളോ ചെയ്ത് വരുന്നത്. ഇവിടെ അന്വേഷണ ഏജൻസികൾ ഒരു വശത്ത് ഉപയോഗിക്കുന്നു, മറുവശത്ത് സാമ്പത്തിക സ്രോതസ്സുകൾ ടാപ്പ് ചെയ്തുകൊണ്ട് അവ്യക്തമായിട്ടുള്ള ഇവിടെ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു അതിനെതിരായിട്ടുള്ള പ്രധാന ആക്ഷേപം? കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ ആരാണെന്ന് അറിയാതെ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവരുന്നു, അത് മറവിൽ വെച്ചുകൊണ്ട് രഹസ്യാത്മകമായിട്ടുള്ള ഇത് സ്വീകരിക്കുന്നു. ആരാണ് ബെനിഫിഷ്യറി? 56% ഇലക്ട്രൽ ബോണ്ടുകളുടെ ബെനിഫിഷ്യറി BJP എന്ന പാർട്ടിയാണ്. 6000 കോടിക്ക് വില അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആ കമ്പനികളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. കരാറുകൾ നേടുന്നതിന് വേണ്ടി ഇവർ ഇലക്ട്രൽ ബോണ്ടുകൾ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ചില കമ്പനികളുടെ മാത്രമല്ല തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ ഗുണഭോക്താവ് കോൺഗ്രസുമാണ്. കാരണം അത് ഭരണത്തിൽ ഇല്ലാത്ത സമയമായതുകൊണ്ട് അതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, സ്വാഭാവികമായിട്ടും മഞ്ജുഷ് അതിനെപ്പറ്റി വ്യക്തമായ കാര്യം പറയണമല്ലോ. ഞങ്ങൾക്ക് ഒരു പ്രാദേശിക കക്ഷികളെ കിട്ടിയതിനേക്കാൾ കുറവ് പണമാണ് കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിരിക്കുന്നത്. മറ്റേ പ്രാദേശിക കക്ഷികളെക്കാളും കൂടി കുറവാണ്. ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് പ്രാദേശിക കക്ഷികൾക്ക് ഞങ്ങൾ 4ാം സ്ഥാനത്താണ് ഇലക്ട്രൽ ബോണ്ടില്. 56% കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. ഇവിടെ ഇലക്ട്രൽ ബോണ്ടുകളെ സംബന്ധിച്ചുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങൾ അധികാരത്തിലല്ലോ, ഞങ്ങൾ എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഫേവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അല്ല, പറ്റുന്ന സ്ഥലങ്ങളിൽ വാങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, അക്കാര്യത്തിൽ BJPയെ പോലെ തന്നെ നിങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല ആരുടെ കയ്യിൽ നിന്നാണ് ബോണ്ടുകൾ വാങ്ങിയത് എന്നുള്ള കാര്യം. ശംഖു, ഇനി കോൺഗ്രസ് ഏത് രീതിയിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം? പണമില്ലാത്ത കോൺഗ്രസ് എങ്ങനെ മത്സരിക്കണം? ശരി, പണമില്ലാത്ത കോൺഗ്രസ് എങ്ങനെ മത്സരിക്കണം? നിങ്ങൾക്ക് ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിയെ ഇറേസ് ചെയ്ത് മാറ്റുവാനുള്ള സാഹചര്യമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ഇന്ന് നേതാക്കൾ പറഞ്ഞത് അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമെന്നാണ്. ഒന്നാമത്തെ കാര്യം, പണമില്ലാത്ത കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവര് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പുകമറയാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ BJPയുടെ രവിശങ്കർ പ്രസാദ് പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ ആസന്നമായിരിക്കുന്ന വലിയ പരാജയത്തെ മുൻകൂട്ടി കണ്ട കോൺഗ്രസ് അതിന് മുൻകൂറായി ഇറക്കുന്ന ഒരു ജാമ്യമാണ് ഈ പറയുന്ന ആരോപണം. അതായത് ഞങ്ങൾ എന്തായാലും തോൽക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ തോറ്റതിനൊരു കാരണം, ഒരു സാമ്പത്തികമായിട്ടുള്ള കാരണം മുൻകൂട്ടി നിരത്തുന്ന ഒരു പ്രൈമറി അലിബി മാത്രമാണ് ഈ ആരോപണം. ഇതിന് പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഈ പറയുന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കുംഭകോണമായിട്ടുള്ള ജീപ്പ് കുംഭകോണം മുതൽ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഈ പറയുന്ന കോൾഗേറ്റ് സ്കാം ആണെങ്കിലും 3G സ്കാം ആണെങ്കിലും ഒക്കെ നടത്തിയിട്ട് എന്താ പറയുക, പതിറ്റാണ്ടുകളിലൂടെ ആർജിച്ചിട്ടുള്ള സമ്പാദ്യമുള്ള കോൺഗ്രസ് പാർട്ടിക്ക്, ഏതാണ്ട് 60 വർഷത്തോളം ഈ രാജ്യം ഭരിച്ച പാർട്ടിക്ക്, 100 വർഷത്തിലേറെ പാരമ്പര്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്ക് ഇന്ന് ഈ രാജ്യത്താകെ 4 ബാങ്കിലായിട്ട് ഏതാണ്ട് 11 അക്കൗണ്ടിലുള്ള 280 കോടി രൂപയെ ആകെ ആസ്തിയുള്ളൂ. അത് മരവിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ 135 കോടി രൂപ ഇൻകം ടാക്സ് അവർക്ക് കിട്ടേണ്ട പണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സംവിധാനം പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് ആളുകൾ വിലയിരുത്തുന്നതിന്റെ യാഥാർത്ഥ്യം സത്യസന്ധതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ ഈ തെലങ്കാനയിലെയും കർണാടകത്തിലെയും ഒക്കെ പണം എങ്ങോട്ട് പോയി എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ടല്ലോ. അല്ലാതെ ശംഖു പറഞ്ഞതുപോലെ ഈ 11 അക്കൗണ്ടുകളുടെ കാര്യം മാത്രം കോൺഗ്രസ് പറഞ്ഞാൽ പോരല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം അവർക്ക് കിട്ടുന്നത് തെലങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ്, രണ്ടിടത്തും അധികാരത്തിൽ.
തീർച്ചയായിട്ടും അതൊക്കെ ശങ്കുട്ടി ദാസ് പറയുന്നതിനോടൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. മറ്റൊരു തമാശ എനിക്ക് തോന്നിയത് ഖാർഗെ പറഞ്ഞത് എന്താ, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി BJP സമാഹരിച്ച പണം മുഴുവൻ അവരുടെ കുത്തിന് പിടിച്ചിട്ട് തിരിച്ച് ബാങ്കുകളിൽ അടപ്പിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ 1213 കോടി രൂപ ഖാർഗെയുടെ പാർട്ടി മേടിച്ചത് ഖാർഗെ തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു വലിയ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? അപ്പോൾ ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഗിമ്മിക്കുകളും രാഷ്ട്രീയത്തിലെ സ്ഥിരം ഡയലോഗുകൾക്ക് അപ്പുറമുള്ള ഒരു കാര്യവുമില്ല. പരസ്പര ധാരണയോടെ നമ്മൾ പറയും ഒരു അന്തർധാരയിലൂടെ മുൻപോട്ട് പോകാൻ കോൺഗ്രസ് എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട്. ശ്രീ ശങ്കുട്ടി ദാസ്, 2014 നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ഈ ക്രൂരത 2014 തുടക്കത്തിലെ ആ മെയിലെ ഇലക്ഷന് മുമ്പ് കോൺഗ്രസ് കാണിച്ചു െങ്കിൽ നിങ്ങളും പ്രതിസന്ധിയിലാകുമായിരുന്നു. കാരണം അന്ന് നിങ്ങൾക്ക് ഇത്ര ആസ്തിയില്ല. 2014 മുതൽ 2024 കാലഘട്ടത്തിൽ നിങ്ങളുടെ ആസ്തി വർദ്ധിച്ചിരിക്കുന്നത് എത്ര ശതമാനമാണെന്ന് താങ്കൾക്കറിയോ? ഞാൻ അറിഞ്ഞിടത്തോളം 1000% പറ്റിയാണ് നിങ്ങളുടെ ആസ്തിയിൽ വന്നിട്ടുള്ള വർധനവ്. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് നിങ്ങൾ സമാഹരിച്ച സ്വത്തിൻ്റെ മുഴുവൻ, നിങ്ങൾ സമാഹരിച്ചിട്ടുള്ള അസറ്റിൻ്റെ മുഴുവൻ കൃത്യമായിട്ടുള്ള നികുതി നിങ്ങൾ അടച്ചിട്ടാണ് നിങ്ങളിപ്പോൾ കോൺഗ്രസിനെ വേട്ടയാടാൻ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും അത്തരത്തിലുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു നിലയ്ക്കും കോൺഗ്രസിനെ ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകും ായിരുന്നില്ല. മറ്റേ ഈ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ മഞ്ജുഷ ഒരു കാര്യം ശ്രദ്ധിച്ചോ? അദാനി മുതലാളി പാവം ₹1 ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു സത്യവും, നമ്മുടെ യൂസഫ് അലി മുതലാളിയും നമ്മുടെ കിറ്റക്സ് മുതലാളിയും വരെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടും സ്വന്തം തറവാട്ടിലെ എന്തിന് ഞാനൊരു ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ട് മോദി എന്ന് പറയുന്ന സഹോദരനെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതി കൂടി നമ്മൾ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ശങ്കുട്ടി ദാസ്, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്കാലത്ത് പിടിച്ച് സംസാരിക്കാൻ വന്നതല്ല ഇവിടെ. പ്രതിപക്ഷം വേണമെങ്കിൽ സ്വതന്ത്രമായിട്ട് അവരെ പ്രവർത്തിക്കാൻ വിടണം. നിങ്ങൾ ഇന്ന് കോൺഗ്രസ് പാർട്ടിയോട് ഇത്തരത്തിലുള്ള അവരുടെ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ വെച്ച് നടത്തുന്ന ഈ മുതലെടുപ്പ് അങ്ങേയറ്റം ജനാധിപത്യത്തിന് ഭൂഷണമായിട്ട് കാണുന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് ന്യായീകരിക്കേണ്ടത്, അത് തെറ്റാണെന്ന് ഇവിടെ വിളിച്ചു പറയേണ്ടത് കേരളത്തിലെ ഒരു 10% ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ഉത്തരവാദിത്വമായി കണ്ടതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പ്രതിപക്ഷ ബഹുമാനത്തോട് അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമോ? അതെ എന്ന് 73% പ്രേക്ഷകർ, അല്ല എന്ന് 25%, നിഷ്പക്ഷം 2%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.